മധുക്കരയിൽ ആക്രമണത്തിന് ഇരയായവരോട് മാനുഷിക പരിഗണന നൽകുന്നതിൽ കുന്നത്തുനാട് പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് എറണാകുളം റൂറൽ എസ്പിക്ക് കൈമാറി. പരാതി നൽകാൻ എത്തിയവരോട് അനുകമ്പയോടെ പെരുമാറണം എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. എന്നാൽ കൃത്യനിർവഹണത്തിൽ എസ്ഐക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്താണ് ഈ വിഷയത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ? ലക്ഷ്മി പത്മ, മധുക്കരയിൽ യുവാക്കൾ ആക്രമണത്തിൽ ഇരയായ ശേഷം അവർ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയിരുന്നു. എന്നാൽ അന്ന് പോലീസ് കാര്യമായി തങ്ങളെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ആവശ്യങ്ങൾ പോലീസ് കേട്ടുകൂടിയില്ല എന്നുള്ളതായിരുന്നു യുവാക്കളുടെ പരാതി. ഇത് സംബന്ധിച്ച് ആലുവ റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഈ നവാസാണ് ഇക്കാര്യം അന്വേഷിച്ചത്. അദ്ദേഹം റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഈ റിപ്പോർട്ട് ആലുവ റൂറൽ എസ്പിക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് മാനുഷിക പരിഗണന കാണിക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവരോട് ഒരു മാനുഷിക പരിഗണന കാണിക്കേണ്ടതാണ്. അത് കുന്നത്തുനാട് പോലീസിന് കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അത്തരത്തിലുള്ള ഒരു മാനുഷിക പരിഗണന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊരു കാര്യം, കൃത്യനിർവഹണത്തിൽ എസ്ഐക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് കൃത്യനിർവഹണത്തിൽ എസ്ഐക്ക് വീഴ്ച പറ്റിയിട്ടില്ല. പക്ഷേ മാനുഷിക പരിഗണന കാണിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച പറ്റിയെന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആലുവ റൂറൽ SP ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതിനു ശേഷം നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ, തുടർ നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ മാനുഷികമായ ഒരു പരിഗണന അവിടെ പരാതിക്കാർക്ക് ലഭിച്ചില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.